بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. رب يسر ولا تعسر. رب زدنا علما وحلما وفهما وعقلا وأدبا. رب تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഇനി وتتبع المرأة وتتبع لحيض آثره مسكا وإلا فنحوه എന്നുള്ള മത്തിന് ഹൈദ് പോലത്തതിന് വേണ്ടി എന്താക്കണം? ഇത്ബാ തുടർത്തണം എന്നാണ്. തുത്തുബിഉലി ഹൈലിൻ ആസറഹു അല്ല ഇസറഹു, പിന്നെ മിസ്കൻ വഇല്ല ഫനഹുഹു. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞിട്ട് എന്താണ്? ഒരു സ്ത്രീ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് ചോദിച്ചപ്പോ ഇത് ചെയ്യാൻ പറഞ്ഞല്ലോ. തുത്തുബി അസറഹു മിസ്കൻ എന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായില്ല. അപ്പൊ പിന്നെയും ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്ത്, ഈ സ്ത്രീയെ പിന്നെന്നാണ്ട് വലിച്ചിട്ട് പറഞ്ഞു കൊടുത്തു എന്നുള്ള ഹദീസല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ശരിക്കും എന്താണ്, പച്ചയായിട്ട് പറയാൻ ഹയാ ഉണ്ട്. ഒരു അന്യ സ്ത്രീയല്ലേ, പെണ്ണിനാണെങ്കിൽ മനസ്സിലായതുമില്ല. അപ്പൊ ആ തുത്തുബിഉ എന്ന് പറഞ്ഞത് ആ ഹദീസിന്റെ പ്രയോഗ. തുത്തുബിഉ ഇസ്റഹു മിസ്കൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ വിശദീകരണം അതെങ്ങനെയെന്നുള്ള സൂറത്ത് ശേഷം പറയുന്നുണ്ട്. അത് അൽമർഅത്തു. അപ്പോ എന്താണ് തുത്തുബിഉലി ഹൈദിൻ അസറഹു മിസ്കൻ എന്ന് പറഞ്ഞെടുത്ത് മുഅന്നസിന്റെ ദമീറാണ് തുത്തുബിഉ എന്നുള്ളത്. അപ്പൊ അതാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അൽമർഅത്തു എന്ന് സങ്കല്പിച്ച. വലൗ ബിക്റൻ ഔ അജൂസൻ ഖലിയത്തൻ ഗൈറൽ മുഹിദ്ദത്തി വൽ മുഹ്രിമത്തി. എന്നാ ബിക്റായ പെണ്ണാണേലും വേണം. പിന്നെ അതായത് പെണ്ണ് മുത്തലക്കാണ് നിർത്താം. തീബ് ഉപയോഗിക്കാൻ തടസ്സമില്ലാത്ത എല്ലാ പെണ്ണുങ്ങൾക്കും സുന്നത്തുണ്ട് നിർത്താം. ബിക്റൻ ഔ അജൂസൻ, അല്ലെങ്കിൽ അജൂസാണെങ്കിലും. പിന്നെ ഖലിയത്തൻ അല്ലെങ്കിൽ എന്താണ്, ഭർത്താവില്ലാത്ത വിധവയായ സ്ത്രീ ആണെങ്കിലും. അപ്പൊ ഇവരെയൊക്കെ തമീമാക്കി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഇത്ബാഉൽ മിസ്ക് എന്ന് പറഞ്ഞത് സയ്യിബായ പെണ്ണിനോട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു ഹിക്മത്തോ മാനയോ ഉള്ളത് കൊണ്ട് മാത്രമല്ല. എന്ന പോലെ ശാബത്തായ പെണ്ണുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു ഹിക്മത്തോ ഉള്ളത് കൊണ്ടല്ല. ഈ ഹൈല് എന്ന് പറഞ്ഞ ആ എന്താണ് ദമു മുൻകത്തിയായല്ലോ. അപ്പൊ ആ ദമു ആ ഇങ്കിത്താഉദ്ദമിനോട് ബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്കിത്താഉദ്ദമ് ഉണ്ടാവുമ്പോ ഒന്ന് സുഗന്ധം പൂശി ഒരുങ്ങുക എന്നുള്ളത്. അപ്പൊ അവിടെ എന്താണ്, ഒന്ന് സുഗന്ധം പൂശണം. അതിനൊരു രൂപമുണ്ട്, അതാ പറയുന്നത്. അപ്പൊ പിന്നെ ഇങ്കിത്താഉദ്ദമിന്റെ ശേഷമുള്ള തനല്ലുഫിന്റെ ഭാഗമാണ് അർത്ഥം. അല്ലാതെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതിന്റെ ഭാഗമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഖലിയത്തിന് സുന്നത്തുണ്ടാവില്ല. മൈലാഞ്ചി ഇടുന്നിടത്ത് എന്താണ്, ഖലിയത്തിന് പറ്റൂലല്ലോ. ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് പറ്റും. അപ്പൊ എന്ന പോലെ അല്ലത്. അതാ അജൂസൻ ഖലിയത്തൻ ഗൈറൽ മുഹിദ്ദത്തി. പക്ഷെ ഇഹ്ദാദ് എന്താണ്, വഫാത്തിന്റെ ഇദ്ദക്ക് വേണ്ടി ഇഹ്ദാദ് പാലിക്കുന്ന പെണ്ണിന് അല്ല. അവൾക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഗൈറിൽ മുഹിദ്ദത്തി. പക്ഷെ മുഹിദ്ദത്ത് എന്താണ്, വല്ലാതെ വാസനയില്ലാത്ത, എന്താണ് വാസന കുറഞ്ഞ കുസ്തു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്താണ്, അല്ലെങ്കിൽ അൽഫാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിന് കുറച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഈ മുഹിദ്ദത്തിന് മസ്മൂഹാണ്.
വൽ മുഹരിമത്തി മുഹരിമത്തല്ലാത്തവൾ, മുഹരിമത്തിന് തീരെയും പറ്റൂല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഗൈറുൽ മുഹിദ്ദത്തി എന്ന് പറഞ്ഞെടുത്ത് ഈ പറഞ്ഞ മിസ്കോ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഫനഹ്വഹു എന്നതിലേക്കാണ് എന്താണ് ആ പറഞ്ഞ ഇസ്തിസ്ന. അതല്ലാതെ ഉപയോഗിക്കാം എന്ന് ശേഷം പറയുന്നുണ്ട്. മുഹരിമത്ത് പിന്നെ ഒന്നും പാടില്ല എന്നും പറയുന്നുണ്ട്. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റൂലല്ലോ. അപ്പൊ ഇഹ്റാമിലായിട്ടാണ് ഇവളുടെ ദമു മുങ്കത്തിയായത്, എന്നിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ല. ഇഹ്ദാദുള്ള പെണ്ണാണ്, ആ വഫാത്തിന്റെ ഇതൊക്കെ വേണ്ടി സുഗന്ധം പൂശരുത്, എണ്ണ വരട്ടരുത്, എന്താണ് അണിഞ്ഞൊരുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പാലിക്കപ്പെടുന്ന പെണ്ണാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും ചെയ്യരുത്. ആ സമയത്താണ് ഇവളുടെ ദമു മുങ്കത്തിയായി കുളിക്കുന്നത്. 4 മാസം 10 ദിവസം ഉണ്ടാവുമല്ലോ ഹാമിലല്ലെങ്കിൽ. അപ്പോൾ അതിന്റെ ശേഷം ചെയ്യരുത് എന്ന്. ലി ഹൈലിൻ വലവ് എഹ്തിമാലൻ, ഹൈലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഹൈലിന്റെ ദമു മുങ്കത്തിയായി കുളിച്ചതിന് ശേഷം അത് എഹ്തിമാലാണെങ്കിലും അതെങ്ങനെ എഹ്തിമാൽ എന്ന് പറഞ്ഞേ അതാ കമാഫിൽ മുത്തഹയ്യിറത്തി, മുസ്തഹാലത്ത് മുത്തഹയ്യിറത്താകുമ്പോൾ അവളുടെ ദമു മുങ്കത്തിയാകുക ഹൈലിന് നിശ്ചിത ദിവസം കണക്കാക്കും, ബാക്കി ഇസ്തിഹാലത്താന്ന് വെക്കും. പക്ഷെ ഇത് ഉറപ്പില്ലല്ലോ ഇത് ഹൈലാന്നുള്ളത്. ഇത് ഹൈലാന്നുള്ള എഹ്തിമാലേ ഉള്ളൂ. അത് അലൽ ഔജഹി ഔ നിഫാസിൻ, ലി ഹൈലിൻ ഔ നിഫാസിൻ എന്നാ, നിഫാസിന് വേണ്ടിയുണ്ട്. പിന്നെ വതനജ്ജുസുഹു ബി ഖുറൂജിദ് ദമി ലാ യംനഉ തത്യീബഹുൽ മഖ്സൂദ മിൻഹു. അപ്പോ പിന്നെ തനജ്ജുസുഹു ആ തീബ്, ഏത് മിസ്കൻ എന്ന് പറഞ്ഞ ആ തീബ് നജസാകും, അല്ലെങ്കിൽ അത് പുരട്ടാൻ പറഞ്ഞ മഹല്ലുണ്ടല്ലോ, ആ മഹല്ല് നജസാകും. എന്തുകൊണ്ട്? ബി ഖുറൂജിദ് ദമി, ദമു പുറപ്പെടുന്നത് കൊണ്ട് നജസാകുന്നു എന്നുള്ളത് ലാ യംനഉ തത്യീബഹു, ആ മഹല്ലിനെ തനജ്ജുസുഹു എന്ന് പറഞ്ഞാൽ അത് വെക്കാൻ പറഞ്ഞ മഹല്ല്. അതായത് ആ ശേഷം പറയുന്നുണ്ട് ഇവള് എന്താണ് കാല് കുത്തിയിരിക്കുന്ന സമയത്ത് ലാഹിറാകുന്ന ആ ഫർജിന്റെ ലാഹിർ അവിടെയാണ് വെക്കാൻ പറഞ്ഞത്. അപ്പൊ ആ മഹല്ല് നജസാകും എന്നത് അവിടെ സുഗന്ധം പൂശുന്നതിന് തീബഹു എന്ന് പറഞ്ഞാൽ ആ മഹല്ല് തന്നെ. ആ മഹല്ല് തീബ് പുരട്ടുന്നതിന് തടസ്സമല്ല. തീബഹുൽ മഖ്സൂദ മിൻഹു. പിന്നെ ഈ ഇത്ബാഇൽ നിന്ന് മഖ്സൂദ് ആ തത്യീബാണ്. മഖ്സൂദ മിൻഹു എന്ന് പറഞ്ഞത് പിന്നെ ആ ഇത്ബായിലെ കലമീർ, ആ ഇത്ബായിൽ നിന്ന് മഖ്സൂദ് തത്യീബാണ്, അതിനെതിരല്ല. നജസാകുക എന്ന് പറഞ്ഞാൽ രക്തം പുറപ്പെട്ടത് കൊണ്ട് തീബ് സുഗന്ധം ഉണ്ടാകാതിരിക്കൂലല്ലോ. അവിടെ രക്തം പുറപ്പെട്ട് നജസായി എന്ന് വെച്ചിട്ട് സുഗന്ധത്തിന്റെ വാസന മണടിച്ച് വീശാതിരിക്കൂലല്ലോ. മിസ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഗംഭീര വാസന ആയിരിക്കും. പിന്നെ അപ്പൊ അസറഹു, അപ്പൊ ഈ തനജ്ജുസുഹു ബി ഖുറൂജിദ് ദമി എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാ? അത് മുത്തഹയ്യിറത്ത് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടതാ. അബലി ഹൈലിൻ വലവ് ഇഹ്തിമാലൻ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഔ നിഫാസിൻ എന്നതിന്റെ മുമ്പോട്ടാക്കലായിരുന്നു നല്ലത്. തനജ്ജുസുഹു ബി ഖുറൂജിദ് ദമി ലാ യംനഉ തത്യീബൽ മഖ്സൂദി മിൻഹു. പിന്നെ ഔ നിഫാസിൻ എന്നിതിനെ മുന്തിക്കലായിരുന്നു നല്ലത് എന്നവിടെ ഷെർവാനി പറയുന്നുണ്ട്. ഏതായാലും അപ്പൊ ഈ പറഞ്ഞത് മുത്തഹയ്യിറത്തിലേ വരുള്ളൂ. മറ്റോടത്ത് ഹൈല നിഫാസിന്റെ അവിടെ എന്തായി? ദമു മുങ്കത്തിയായി കുളിച്ചിട്ടല്ലേ, അവിടെ പിന്നെ തനജ്ജുസ് ഉണ്ടാവില്ലല്ലോ. ഈ മുത്തഹയ്യിറത്തിൽ പിന്നെ എന്താണ് മുസ്തഹാലത്താവുമ്പോ പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. പിന്നെ അപ്പൊ ഈ ഇസ്തിഹാലത്തിന്റെ ദമു മുങ്കത്തിയായാലോ അതിനു വേണ്ടിയില്ല എന്നാ. അതായത് ഒരു പെണ്ണിന് ഇസ്തിഹാലത്ത് രോഗം ഉണ്ടായി, അവള് മുത്തഹയ്യിറത്തല്ല, അങ്ങനെ ഇസ്തിഹാലത്തിന്റെ ആ ദമു മുങ്കത്തിയായി എന്നാല് പിന്നെ അവിടെ കഴിവുമല്ലോ, കഴുകിയിട്ട് ഈ ഇത്ബാഴ് വേണോ? ആ സുന്നത്തില്ലാന്ന എന്താണ് ശർവാൻ നഖലിന്ന്. അസറഹു അയ അഖിബൻഖിതാഇ ദമിഹി വൽ ഗസ്ലി മിൻഹു, ഹൈലിന്റെ ശേഷം എന്നാണ് എന്ത്? ഉടനെ എന്നാണ്. ഹൈലിന്റെ ഉടനെ എന്ന് പറഞ്ഞാല് ഹൈലുണ്ടായ ഉടനേന്നോ ദമു മുങ്കത്തിയായ ഉടനേന്നോ അല്ല അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഉടനേന്നോ? അതാ പറഞ്ഞ് അഖിബൻഖിതാഇ ദമിഹി വൽ ഗസ്ലി മിൻഹു. എന്തിനെ ഇത്ബാഴ് ചെയ്യണം? മിസ്കൻ. അതെങ്ങനെ അതിന്റെ രൂപം പറയുന്നു? ബിയൻ തജാലഹു, ആ പെണ്ണെന്ത് ചെയ്യണം? ഈ മിസ്ക് ഒരു പഞ്ഞിയിലാക്കണം. ഫി ഖുത്നത്തിൻ, ഒരു പഞ്ഞിയിലാക്കുക. പഞ്ഞി എന്ന് പറഞ്ഞ ഉദാഹരണമാണ്, പഞ്ഞി തന്നെ ആണെന്നില്ല ഒരു ശീലകഷ്ണോ അങ്ങനെ. വതുദ്ഖിലഹ ഫർജഹ, പഞ്ഞി തന്നെ
എന്നിട്ട് അത് ഇവളുടെ ഫർജിൽ വെക്കണം ഉള്ളിൽ. അൽ വാജിബി ഗസ്ലുഹു, കഴുകൽ നിർബന്ധമുള്ള ഫർജില്. അപ്പൊ എന്ത് ചെയ്യാ, ഇരുന്നാല് ഇങ്ങോട്ട് വിടരുമല്ലോ, എഴുന്നേറ്റല്ലാണ്ട് കൂടുകയും ചെയ്യും. അപ്പൊ അവിടെ കണ്ട് വെക്കുക, ഇരുന്നിട്ട് അവിടെ വെച്ചിട്ടാണ്ട് എഴുന്നേക്കുക, അവിടെ ഇരുന്നോളൂ. പിന്നെ ലാ ഗൈറഹു, ആ ഫർജിൽ വെക്കുക എന്നാണ്, അതല്ലാത്ത സ്ഥലത്തില്ല. വൈൻ അസാബഹുദ്ദമു, ആ ഫർജല്ലാത്ത മറ്റ് ശരീരത്തിന്റെ ഭാഗങ്ങളോ വസ്ത്രങ്ങളോ അവിടെ എവിടെങ്കിലും ഇത് ഈ തത്വീബ് സുന്നത്തുണ്ടോ, ഈ ഇത്ബായ് സുന്നത്തുണ്ടോ, അതില്ല. ആ സ്ഥലത്ത് രക്തം പറ്റിയാലും ശരി, അതായത് ഈ പിന്നെ ഹൈദ് നിഫാസിന്റെ രക്തം പറ്റിയ മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ സുഗന്ധം പൂസൽ സുന്നത്തുണ്ടോ ഇല്ലേ, അതില്ല എന്നാ പറഞ്ഞത്. അതാ ലാ ഗൈറഹു, ലാ ഗൈറ ഫർജിഹ എന്നർത്ഥം. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെവിടെ സുന്നത്തില്ല. ഖിലാഫൻ ലിൽ മഹാമിലി വൽ മുത്തവല്ലി, ഇമാം മഹാമിലിയും മുത്തവല്ലിയും പറഞ്ഞതിനെതിരെ അവര് പറഞ്ഞ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെവിടെങ്കിലുമൊക്കെ ഈ രക്തം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളയുമല്ലോ, ആ ഭാഗത്തും കൂടി എന്താക്കണം, ഒന്ന് ആ സുഗന്ധം പൂശണം, മിസ്കോ മറ്റോ ഉപയോഗിച്ചിട്ട്. ഞാൻ ഇത് വേറെ സുന്നത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ പറയല് സഖബത്തില്ലത്തി യൻഖുലു ഖാരിജുഹാ ഹുക്കുമുൽ ഫർജി അലൽ ഔജഹി, അന്റെ സഖബത്ത് ദ്വാരം, അതിനെ തൊട്ടാലും അത് മുറിയും. തൊട്ടാലും അത് മുറിയും എന്ന് പറഞ്ഞത് അതേതുപോലെ അവളുടെ ഫർജ് മുൻസദ്ദാണ് എന്നുണ്ടെങ്കിൽ അവിടെ തൊട്ടാലും അത് മുറിയുന്ന മസല നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ എന്താണ്, ഉനൂസത്ത് കൊണ്ട് ഹുക്കുമ് കൊടുത്ത ഹുൻസ, പെണ്ണാണ് എന്ന് ആ ഹുക്കുമ് വന്ന ഹുൻസ, ഇവളുടെ സഖബത്ത്. പിന്നെ അപ്പൊ ഈ സഖബത്തിനുണ്ട് എന്താണ്, ആ ഹുക്കുമുൽ ഫർജി, ഫർജിന്റെ ഹുക്കുമുണ്ട് എന്ന് പറഞ്ഞാല് അവിടെ ഈ മിസ്ക് വെച്ചിട്ട് എന്താക്കണം, ആ ഇത്ബായ് ചെയ്യണം അലൽ ഔജഹി എന്ന് പറഞ്ഞു. വദാലിക്കലി അംരി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സഖബത്തിൽ ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ ചിലപ്പോൾ സൗകര്യപ്പെട്ടോണമെന്നില്ല. അപ്പൊ ആ ദ്വാരത്തിന്റെ മുഖത്ത് എന്ത് ചെയ്യാവുന്ന ആ സുഗന്ധ മിസ്ക് വരട്ടുക, അത് തന്നെ. വദാലിക്ക, ഈ ഇത്ബാഴ് വേണം, തുത്തുബിഊ എന്ന് പറഞ്ഞതിന് തെളിവെന്താ, ലി അംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ദുക്കിറ, ഈ പറഞ്ഞത് കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഏത് പറഞ്ഞതുകൊണ്ട്, ആ ബിയൻ തജഅല ഫീ ഖുത്നത്തിൻ വതുദ്ഖിലഹാ ഫർജഹൽ വാജിബി ഗസ്ലുഹു എന്ന ആ മാദുക്കിറ, അതാണ് മാദുക്കിറ എന്ന് പറയുന്നത് കൈഫിയത്ത്. ആ ജഅലും മദ്കൂർ അത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് സുന്നത്തായി. വമിൻ സമ്മാത്ത അക്കദ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നതുകൊണ്ട് മുഅക്കദായ സുന്നത്തായി. വകുരിഹ തെർക്കുഹു, അത് ഒഴിവാക്കൽ കറാഹത്തുമാണ്, ചെയ്യാതിരിക്കൽ കറാഹത്താണ്. ലി അന്നഹു യുതയ്യിബുൽ മഹല്ല, കാരണം എന്താ, അത് ആ മഹല്ലിനെ സുഗന്ധം പൂശും, സുഗന്ധമുള്ളതാക്കും. അവിടെ സുഗന്ധമുള്ളതാകുന്നത് നല്ലതാണല്ലോ, അവിടെ ദുർഗന്ധം ഇല്ലാതിരിക്കല്. സുമ്മ യുഹയ്യിഹു, പിന്നെ അതിന് പുറമെ ആ മഹല്ലിനെ എന്ത് ചെയ്യും, തയ്യാറാക്കും. ലിൽ ഉലൂഖി, ഗർഭധാരണത്തിന് തയ്യാറാക്കും. ഹൈസു കാന ഖാബിലൻ, ആ ഉലൂഖിനെ സ്വീകരിക്കുന്നതാണെങ്കിൽ, ആ മഹല്ല് ഉലൂഖിനെ സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് തയ്യാറാക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഹിക്മത്തും കൂടിയുണ്ട് ഈ സുഗന്ധം പൂശുന്നതിന്. അപ്പൊ അത് ഒഴിവാക്കൽ കറാഹത്തുമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഈ അന്നഹു യുതയ്യിബുൽ മഹല്ല എന്ന് പറഞ്ഞ എന്തിനാ, അത് കുരിഹ തെർക്കുഹു എന്നുള്ളതിനല്ല, ലി അംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ അമ്രിനാണ്. എന്താണ് ഇങ്ങനെ കൽപ്പിക്കാൻ കാരണം, അത് ആ മഹല്ലിനെ തത്വീബാക്കും ഒന്ന്. സുമ്മ യുഹയ്യിഹു ലിൽ ഉലൂഖി ഹൈസു കാന ഖാബിലൻ, അങ്ങനെ ഷർവാനി അങ്ങനെ പറഞ്ഞ ഇല്ലത്ത് അതിനാണ്. മാദുക്കിറൊക്കെ ഇല്ലത്താണ്, മാദുക്കിറിന്റെ അമ്രിന് ഇല്ലത്താണ്. അതെ, മറ്റേ കറാഹത്തിന് ഇല്ലത്താകുക എന്ന് പറഞ്ഞത് ഒരു ലാഹിറല്ലല്ലോ. കറാഹത്തിന് ഇല്ലത്താകുക എന്ന് പറഞ്ഞാൽ മുഅക്കദായ സുന്നത്തായി കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കൽ കറാഹത്ത് എന്നാണ്. അപ്പൊ ഒമിൻ സമ്മ താക്കതാവ് കുരിഹത്തർ കുഹു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശരിയായല്ലോ. ഇനി അത് സാധാരണ അറബികളൊക്കെ ചെയ്യലുണ്ടാവുമായിരിക്കും. സാധാരണ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെ എന്താണ്, അവർക്ക് അറിയാത്തോണ്ടാന്ന് തോന്നുന്നത്. ഇത് ഒഴിവാക്കൽ കറാഹത്തുള്ളൊരു കാര്യമാണെന്നല്ലേ പറഞ്ഞേ. അറിയുന്ന മൂല്യന്മാർ തന്നെ ഭാര്യയും എന്താണ് മക്കളെയൊക്കെ പഠിപ്പിക്കലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്താണ്
പിന്നെ ഇത് ഈ രൂപത്തിൽ തന്നെ ചെയ്യണം, എന്നാലേ ഇപ്പറഞ്ഞ ഇത്ബായിന്റെ സുന്നത്തിട്ടുള്ളൂ. ബിയൻ തജാലഹു ബി ഖുത്നത്തിൻ വതുദ്ഖിലഹ എന്ന് പറഞ്ഞല്ലോ. ആ ഇത്ബായിന്റെ ശരിയായ സുന്നത്ത് കിട്ടണമെങ്കിൽ എന്നാൽ ഈ കറാഹത്ത് പോകാനും ഈ അസല് സുന്നത്ത് കിട്ടാനും വേറെ മാർഗങ്ങളുണ്ട്. അത് പറയുന്നുണ്ട്, വേറെ വെള്ളം കൊണ്ട് കഴിയാലും മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അഫ്ളലായ അക്മലായ രൂപം കിട്ടണേ ഇത് തന്നെ വേണം. വയില്ല എന്ന് പറഞ്ഞാൽ വയില്ല തുരിദുഹു, മിസ്ക് ലഭ്യമല്ലെങ്കിൽ എന്നല്ല അതിന്റെ അർത്ഥം. അതാ വയില്ല തുരിദുഹു, ഇവളാ മിസ്ക് ഉദ്ദേശിക്കുന്നില്ല. വൈൻ വജദത്തുഹു, അവൾക്ക് ആ മിസ്ക് കിട്ടി ബി സുഹൂലത്തിന് സുലഭമാണ്, ഇവളുടെ തന്നെ ഉണ്ട് മിസ്ക്, പക്ഷെ അവൾ അത് വരട്ടാൻ ഉദ്ദേശമില്ല. എന്നാ ഫനഹ്വഹു, അപ്പൊ അതുപോലത്തെ. അപ്പൊ മിസ്കില്ലാതിരിക്കണം എന്നില്ല. എന്തിന്? അതിന്റെ നഹവ് ഉപയോഗിച്ച് ഇതുപോലെ ഇത്ബായ് ചെയ്യാൻ മിസ്ക് ലഭ്യമാകാതിരിക്കണം എന്നില്ല. ഇവള് അത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കാതിരുന്നാ മതി. ആ ഫനഹ്വഹു മിൻ തീബിൻ, മറ്റ് തീബ്. വൗലാഹു അക്സറുഹു ഹറാറത്തൻ, അതിലേറ്റവും നല്ലത്, മറ്റ് തീബുകളിൽ ഏറ്റവും നല്ലത് ഹറാറത്ത് കൂടിയതാണ്. അത് ഈ ഓരോ വസ്തുക്കൾക്ക് എന്താണ് ഹറാറത്ത്, ബുറൂദത്ത്, റുത്തൂബത്ത്, യുബൂസത്ത് എന്നിങ്ങനെ 4 പ്രകൃതി ഉണ്ടല്ലോ. അതിൽ ചില സുഗന്ധങ്ങൾക്ക് എന്താണ് ചൂടുണ്ടാവും. അപ്പൊ ആ ഹറാറത്ത് എന്ന് പറഞ്ഞ പിന്നെ ചൂടുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പരട്ടിയ സ്ഥലത്ത് ചൂടനുഭവപ്പെടും. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടുള്ളത് കഴിച്ചാൽ ശരീരം ചൂട് തോന്നുമല്ലോ. തണുപ്പുള്ള സമയത്ത്, പുറത്ത് തണുപ്പുള്ള സമയത്ത് ഈ ഭക്ഷണം എന്താണ്, അതായത് ചൂട് എന്ന് പറഞ്ഞാൽ ചൂടാക്കിയ ചൂട്, തീ കൊണ്ട് ചൂടാക്കിയ ചൂടല്ല, അതല്ലാതെ മാംസങ്ങളൊക്കെ ചൂടാണ്. അത് തണുത്ത് കഴിച്ചാലും ശരീരത്തിനപ്പോൾ ഒരു ചൂടുണ്ടാകും. കാപ്പി എന്ന് പറഞ്ഞ സാധനം ചൂടാണ്. അപ്പം അങ്ങനെ. പിന്നെ അക്സറുഹു ഹറാറത്തൻ, അത് ഹറാറത്തുള്ള എന്താണ് തീബ്, അതൊക്കെ കുസ്തിൻ വ അലുഫാരിൻ എന്നാ. ഈ കുസ്ത് അലുഫാർ ഇനി ശേഷം വരുന്നിടത്ത് എന്താണ് അസ എന്ന് പറയുന്നുണ്ട്, അല്ല ആസ് എന്ന് പറയുന്നുണ്ട്. ആസ്. അപ്പൊ അവിടെയൊക്കെ നമ്മളെ മലയാള ഡിക്ഷണറി നോക്കിയാൽ ഒരു തരം സുഗന്ധം അല്ലെ സുഗന്ധച്ചെടി ഇങ്ങനെയൊക്കെയാണ് അർത്ഥം ഉണ്ടാകുക. അതിന്റെ ശരിയായ അർത്ഥം പറയണമെന്നുണ്ടെങ്കിൽ പ്രയാസ. ഈ കുസ്ത് എന്ന് പറഞ്ഞത് ഉഴൂദുൻ ഹിന്ദി എന്ന് ഗർദി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഉഴുത്, അത് പിന്നെ നമ്മളെ എന്താണ് ഇന്ത്യൻ ഊത് എന്ന് പറഞ്ഞ ആ സാധന. പിന്നെ അപ്പൊ ഊത് മറ്റുള്ളവർ വേറെ ചില അർത്ഥം പറയുന്നത്. ഈ അൽഫാർ എന്ന് പറഞ്ഞാൽ കറുത്ത നഖം പോലത്തെ ഒരു സാധനമാണ്. അതെന്താണ് ബഹൂറിലൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുസ്ത് അൽഫാർ, അത് അറബികളുടെ സുഗന്ധക്കടയിൽ പോയിട്ട്, ഇത്തർ കടയിൽ പോയിട്ട് അവിടെ ചോദിക്കേണ്ടി വരും. കുസ്ത് എന്ന പോലെ അൽഫാറൊക്കെ ചോദിച്ചാൽ അവരെടുത്ത് തരും. അപ്പൊ അത് ഇവിടെ ലഭ്യമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ നാട്ടിൽ എന്താ പേര് പറയാന്ന് വെച്ചാൽ മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ പേര് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെയാ. ഒമിൻ സമ്മ ജാൻ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹാ, ഇതുകൊണ്ടാണ് ഈ അക്സര ഹറാറത്ത് ഉപയോഗിക്കണം എന്ന കാരണത്താലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉപയോഗിച്ചതായിട്ട് വന്നിട്ടുണ്ട്. ഇസ്തിഅമാലുൽ ആസ് എന്ന് പറഞ്ഞത് അത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാല് അത് ഉപയോഗിക്കാൻ കൽപ്പിച്ചു എന്നാണ് അതിന് അർത്ഥം പറഞ്ഞത്. മഹദി ഉപയോഗിച്ചത് എന്നല്ല, മഹദി വേറെ ആളോട് പറഞ്ഞതാണ്. അപ്പൊ ഇസ്തിഅമാൽ വന്നു എന്ന് പറഞ്ഞാൽ ഇസ്തിഅമാലിന്റെ കൽപ്പന വന്നു. ആയിഷ ബീവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആസ് ഉപയോഗിക്കാൻ. ഫന്നവ, അതില്ലെങ്കിൽ നവ ഉപയോഗിക്കുക, അതിലെ മിൽഹ് ഉപയോഗിക്കുക എന്ന് ആയിഷ ബീവി പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. എന്താ കൊഴുന്ന് എന്നാണ് ഈ ആസ് എന്ന് പറഞ്ഞതിന് മൻഹലിൽ അർത്ഥം കൊടുത്തത്. ഒരു സുഗന്ധച്ചെടിയുന്നുണ്ട്, അതിന് പുറമെ കൊഴുന്നെന്നും അർത്ഥം കൊടുത്തിട്ടുണ്ട്. നവ എന്ന് പറഞ്ഞാല് എന്താണ് ഈ പിന്നെ പഴവർഗ്ഗങ്ങളുടെ കുരുവിനാണല്ലോ നവ എന്ന് പറയാ. മുന്തിരി, ഈത്തപ്പഴം ഇങ്ങനത്തെ ഒക്കെ കുരുവിന്. അവിടെ നവ സബീബ് എന്ന് ബുജേരിമിയെ തൊട്ട് നക്കൽ ചെയ്തിട്ടുണ്ട്. അപ്പോ സബീബ് എന്ന് പറഞ്ഞ ഈ ഉണക്കമുന്തിരിയാണല്ലോ. അപ്പൊ അതിന്റെ എന്താണ് കുരു, അതിന്റെ കുരു എന്ന് പറഞ്ഞാൽ അതിന്റെ കുരു പൊടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ പൊടി വരട്ടാന്ന്. പിന്നെ അല്ലെങ്കിൽ പിന്നെ അതില്ലാന്നുണ്ടെ സുമ മുത്തലക്കുന്നവാന്ന്. അപ്പൊ ഈത്തപ്പഴത്തിന്റെ ഒക്കെ കുരു പൊടിച്ചിപ്പോ എന്താണ് അതിന്റെ പൗഡർ കടകളിൽ കിട്ടും, പയറുപൊടിയൊക്കെ പോലെ പല കുരുവിന്റെ. അപ്പൊ അതെന്ത് ചെയ്യുക, പുരട്ടുക എന്നാ. അതൊരു പഞ്ഞിയിൽ പൗഡർ പോലെ ഇട്ടിട്ട് എന്താണ് ഇതിന്റെ ഉള്ളിൽ വെക്കുക, പഞ്ഞിയിൽ വെച്ച് വെക്കാനാണല്ലോ അപ്പൊ പറഞ്ഞത്. അപ്പൊ പൗഡറിൽ ഇട്ട് വെക്കും പോലെ വെക്കുക. പിന്നെ അതല്ലാന്നുണ്ടെങ്കിലോ ഇസ്തിഅമാലുൽ അസ ഫന്നവ ഫൽ മിൽഹി, പിന്നെ മിൽഹ് ഉപയോഗിക്കുക. അതില്ലെങ്കിൽ അത് ആയിഷ ബീവിയെ തൊട്ട് വന്നു എന്ന് പറഞ്ഞതിന്റെ ബാക്കിയാ. ഫൈലം തുരിതി തീബ, അപ്പൊ ഇനി തീബൊന്നും പെണ്ണ് ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ, മിസ്കിൻ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഉപയോഗിക്കാൻ തന്നെ. തീബ് തന്നെ വേണ്ടാന്ന് വിചാരിച്ചാലോ ഫത്തീനു, അപ്പോൾ തീന്
കാരണം എന്താ, അപ്പൊ ഈ പഞ്ഞിയിൽ അല്പം തീയ മണ്ണ് വരട്ടിയിട്ട് അവിടെ വെക്കാന്ന്, അങ്ങനെ തന്നെ. ഫത്തീനു, അപ്പൊ തീനു ലി ഹുസൂലി, കാരണം എന്താ, ഈ തീന് മണ്ണ് എന്ന് പറഞ്ഞ ഹുസൂലി അസ്ലി തീബി ബിദാലിക്ക, അസ്ലു തയ്യുബ്, സുഗന്ധം പുരട്ടാന്നുള്ളതാണല്ലോ, അതിന്റെ അസ്ലി മണ്ണ് വരട്ടിയാ കിട്ടും. അപ്പോ അത് പിന്നെ ഈ ഇസ്തിൻജാ ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ആ മണ്ണിൽ പുരട്ടാലുണ്ടായിരുന്നു എന്നുണ്ടല്ലോ, അത് ഈ തയ്യുബിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്താ അസ്ലു തീബ് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ സുഗന്ധം ഉണ്ടാവും എന്നല്ല, അടുത്ത ദുർഗന്ധം പോകും എന്നതിന്റെ അർത്ഥം. ദുർഗന്ധം പോകുക എന്നുള്ളത് ആണല്ലോ. അത്രയും സമയം എന്താണ്, കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ രക്തമൊലിച്ചോണ്ടിരുന്നതല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ദുർഗന്ധം ഉണ്ടാവുമല്ലോ. നല്ലപോലെ കഴുകി കഴിഞ്ഞാൽ അതാണ് പോവും. എന്നാലും അതിന്റെ എന്താണ്, എന്തെങ്കിലും ഒരു ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മണ്ണ് വരട്ടുമ്പോ ഇസ്തിൻജാ ചെയ്തതിന്റെ ഒരു എന്തെങ്കിലും ഒരു അസർ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ഒരു തോന്നല് ബാക്കിയുണ്ടെങ്കിൽ അത് ഈ മണ്ണിലൊന്ന് പരട്ടുമ്പോൾ അങ്ങ് പോകും എന്ന പോലെ അസല് തീബ്. അല്ല മണ്ണ് തീബാണ് നല്ല അതിന്റെ അർത്ഥം. അതിന്റെ മഖ്സൂദ് ഈ തീബ് വരട്ടിയാൽ, അല്ല മണ്ണ് വരട്ടിയാൽ കിട്ടും. ബൽ ലൗ ജഅലത്ത് മാഅൻ ഗൈറ മാഇർ റഫഇ ബദല ദാലിക കഫാ ഫി ദഫഇ കറാഹത്തി തർക്കിൽ ലിത്ബാഇ ബൽ വഫി ഹുസൂലി അഹ്ലി സുന്നത്തിൻ നളാഫത്തി കമാ ഹുവ ലാഹിറുൻ. എന്ന് മാത്രമല്ല, മണ്ണല്ല, ലൗ ജഅലത്ത് ഇവളാക്കി മാഅൻ ഗൈറ മാഇർ റഫഇ, റഫഉൽ എന്താണ് ഹദസ്, അതായത് കുളിക്കുന്ന ആ വെള്ളമല്ലാത്ത വേറെ വെള്ളം, അതായത് പഞ്ഞി വെള്ളം മുക്കി വെച്ചു എന്നർത്ഥം. ബദല ദാലിക്ക്, എന്തിനു പകരം, ആ തീബിന് പകരം എന്ത് ചെയ്തു, മണ്ണടക്കമുള്ള ആ തീബ്, അതിന് പകരം എന്ത് ചെയ്തു, വെള്ളം മുക്കി വെച്ചു എന്നാ, വെള്ളമാക്കി. കഫാഫി ദഫി കറാഹത്തി തർക്കിൽ ഇത്തിബായ്, അപ്പൊ ഇത്തിബായ് ഒഴിവാക്കി എന്നുള്ള കറാഹത്തില്ലാതാവും എന്നല്ല. ബൽവഫി ഹുസൂലി അസ്ലി സുന്നത്തിൻ നളാഫത്തി, അസ്ലു സുന്നത്തിൻ നളാഫത്ത്, തൻലീഫ് എന്നതിന്റെ അസ്ലു സുന്നത്ത് ഹാസിലാകുന്നതിലും അത് മതി. ഫി ദഫഇന്റെ മെല്ലത്തുഫാണ് വഫി ഹുസൂലി കമാ ഹുവ ലാഹിറുൻ. അപ്പൊ ഒരു പഞ്ഞിയിൽ മുക്കി വെക്കണം നിർത്താൻ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ. പഞ്ഞി മുക്കിയിട്ട് എന്ത് മിസ്ക് വെക്കുക, ഇല്ലെങ്കിൽ മറ്റു തീബ് വെക്കുക, അല്ലെങ്കിൽ പറഞ്ഞ തർത്തീബ് അനുസരിച്ച്. അപ്പൊ വെള്ളം എന്താണ് അവിടെ കഴുകുക എന്നുള്ളതല്ല, കഴുകിയെല്ലാം കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പഞ്ഞി നനച്ച് അവിടെ വെക്കുക എന്നർത്ഥം. അങ്ങനെ ഫത്തർത്തീബു ലിൽ ഔലവിയ്യത്തി, അപ്പൊ ഈ പറഞ്ഞ തർത്തീബ്, ആദ്യം മിസ്ക്, പിന്നെ അല്ലെങ്കിൽ ഹറാറത്ത് കൂടിയ എന്താണ് തീബ് എന്നൊക്കെ പറഞ്ഞ് ഔലവീയത്തിന്, ഔല ഏത് അഫ്ളൽ ഏത് എന്നുള്ളതാണ്. കമാ തഖററ, ഇപ്പൊ തഖറുറായത് എന്താ, അസ്ലു സുന്നത്ത് ഇട്ടാൻ വെള്ളം മുക്കി വെച്ചാലും മതി എന്ന് പറഞ്ഞല്ലോ. വബിഹി യന്തഫിഉ മാ ഖീല ഇജ്സാഉ ഗൈറിൽ മിസ്കി മാ വുജൂദിഹി, അതുകൊണ്ടിട്ട് എന്താണ് പറയപ്പെട്ട ഒരു ഇത്ര അത് തള്ളപ്പെട്ടു. വബിഹി എന്ന് പറഞ്ഞാല് ഈ തർത്തീബ് ഔലവീയത്തിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെ, ഫത്തർത്തീബുലിൽ ഔലവീയത്തി എന്ന് പറഞ്ഞതുകൊണ്ട് യന്തഫിഉ മാ ഖീല, എന്താ ഖീല, ഇജ്സാഉ ഗൈറുൽ മിസ്കി മാ വുജൂദി, മിസ്ക് അല്ലാത്തത് ഉള്ളതോട് കൂടെ മതിയാകുക എന്നുള്ളത് ഫീഹി, അതിലുണ്ട്. ഇസ്തിംബാത്തു മാനൻ, ഒരു മാനെ ഇസ്തിംബാത്ത് ചെയ്യുന്നു. എന്തെന്ന്, നസ് എന്നൊരു മാനെ ഇസ്തിംബാത്ത് ചെയ്യുക. യഊദു അലൻ നസ്സി, ആ മാന നസ്സിന്റെ മേൽ മടങ്ങും. ബിൽ ഇബ്താലി, ആ നസ്സിന്റെ മാന ബാത്തിലാക്കുന്നതിലേക്ക് മടങ്ങും. അത് പാടില്ല എന്നല്ലേ, നസ്സാക്കിയ ഒരു സാധനത്തിന് ഒരു കാര്യം അതിന്റെ മാന ബാത്തിലാകുന്ന രീതിയിൽ ഒരു മാന ഇസ്തിംബാത്ത് ചെയ്യാൻ പാടില്ല എന്ന്. ഇവിടെ അങ്ങനെ വരുന്നില്ലേ എന്ന്. മിസ്ക് ഉണ്ടാവുമ്പോ അതിന്റെ പകരം മതി എന്ന് പറഞ്ഞാൽ, അപ്പോ ഹദീസിൽ തുത്തുബിഇ ഇസ്റഹു മിസ്കൻ എന്നാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ മിസ്കൻ എന്ന് നസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ മിസ്ക് ഇല്ലെങ്കിൽ മറ്റുള്ളത് എന്ന് പറയാന്നല്ലാതെ, മിസ്ക് ഉണ്ടാവുമ്പോ എന്താണ് മിസ്ക് അല്ലാത്തതും മതിയാകും എന്ന് പറഞ്ഞാല് അപ്പൊ എന്താ ഇങ്ങനെ ഇബ്താൽ വരുന്നല്ലോ, അത് പാടില്ല എന്നല്ലേ ഉസൂലുള്ളത്. അപ്പൊ ഇന്തിഫാ ആയി എന്ന് പറഞ്ഞാൽ ഇന്തിഫായിന്റെ വജ്ഹ് പറയുന്നു. വജ്ഹുന്തിഫാഇ അന്നഹു യക്ഫി ഫി ഹിക്മത്തിൻ നസ്സി അലൈഹി കൗനുഹു അഫ്ളല മിൻ ഗൈരിഹി, അതായത് ഈ നസ്സാക്കുമ്പോ ആ നസ്, ആ മൻസൂസായ കാര്യം ഇവിടെ മിസ്ക് എന്നുള്ളതാണല്ലോ,
ആ മൻസൂസായ കാര്യം അഫ്ളലായതുകൊണ്ടും ചിലപ്പോൾ നസ്സാക്കും, ചിലപ്പോൾ അത് മുതഅയ്യിനായതുകൊണ്ട് നസ്സാക്കും. ഇവിടെ മുതഅയ്യിനായതുകൊണ്ട് എന്നല്ല. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഖായിദ പറഞ്ഞത് അതിനെ ബാത്തിലാക്കുന്ന ഒരു മാനെ ഇസ്തിംബാത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അഫ്ളലാണ് എന്ന നിലക്കാണ് നസ്സാക്കിയത്. അതാ പറഞ്ഞത്. അത് അന്നഹു യക്ഫി ഫി ഹിക്മത്തിൻ നസ്സി അലൈഹി, അലൈഹി എന്ന് പറഞ്ഞാൽ മിസ്കിന്റെ മേലിൽ നസ്സാക്കിയത് അതില് അതിന്റെ ഹിക്മത്തിൽ മതി. കൗനുഹു അഫ്ളല, ആ മിസ്ക് അഫ്ളലാണ് മിൻ ഗൈരിഹി, ആ മിസ്കല്ലാത്തതിനേക്കാൾ അഫ്ളലാണ് എന്നത് മതി. പിന്നെ ഇനി അമ്മൽ മൊഹിദ്ദത്തു, നേരത്തെ ഗൈരുൽ മൊഹിദ്ദത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മൊഹിദ്ദത്തിന്റെ മസല പറയുന്നത് ഫതഖ്തസിറു അലാ ഖലീലി ഖുസ്തിൻ ഔ അൽഫാരിൻ. നേരത്തെ നമ്മൾ പറഞ്ഞ കുസ്ത് അൽഫാറിൽ നിന്ന് ഒരല്പം ഉപയോഗിക്കുക. അത് രണ്ടേ ഉപയോഗിക്കാവുള്ളൂ. വേറെ എന്താണ് മിസ്ക് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ എന്താണ് ഇത് രണ്ടും അല്ലാത്ത വേറെ തീബുകളൊന്നും ഉപയോഗിക്കരുത് എന്നർത്ഥം. വലായലുറു മാഫീഹിമ, അപ്പോ അത് രണ്ടിലും ഉള്ളത് ലററല്ല മിനത്തയ്യുബി. ഏത് കുസ്ത് അൽഫാറിലും എന്താണ് തീബുണ്ടല്ലോ, അത് ഉപയോഗിക്കുമ്പോൾ തത്തയ്യുബ് വരുമല്ലോ. മൊഹിദ്ദത്തായ ഇഹ്ദാദ് പാലിക്കേണ്ട പെണ്ണിന് തത്തയ്യുബ് പാടില്ലല്ലോ. അപ്പൊ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെതിരാവൂലേ എന്ന്. അത് കുഴപ്പമില്ല. ലായലുറു അന്നഹു യസീറുൻ ജിദ്ദ, കാരണം അയിലത്തെ തയ്യുബ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാ. ഫസൂമിഹലഹ, അപ്പൊ അവൾക്ക് അതിൽ മുസാമഹത്ത് നൽകപ്പെട്ടു. ഫീഹി, ഈ പറഞ്ഞ തയ്യുബില് ആ യസീർ ലിൽ ഹാജത്തി, ആവശ്യത്തിന് വേണ്ടി. പിന്നെ ഖാലൽ അദ്റായിയു, ഇമാം അദ്റായി റഹിമഹുല്ലാഹ് പറഞ്ഞു വൽ മുഹരിമത്തു കൽ മുഹിദ്ദത്തി, ഇവർ രണ്ടും ഒരുപോലെയാണ്. വ ഔലാ ബിൽ മനഇ, മുഹരിമത്ത് തടയാൻ ഔലയാണ്. എന്ത് തടയാന്? തയ്യുബും ഇത്രാബും തടയാൻ ഔലയാണ് എന്നാ. അപ്പൊ മൊഹിദ്ദത്തിന് എന്താണ് പോലെയാണെന്ന് പറഞ്ഞപ്പോ തിരുപയോഗിക്കാൻ പാടില്ല. കുസ്തും എന്ന പോലെ തന്നെ അൽഫാറും ഉപയോഗിക്കാം, മുഹരിമത്തിനും ഉപയോഗിക്കാം എന്ന് വന്നു. അപ്പോ ഔലാബിൽ മൻ എന്ന് പറഞ്ഞപ്പോഴോ എന്നാ പിന്നെ മുഹരിമത്ത് തീരെ ഉപയോഗിക്കാൻ പറ്റൂല. മൊഹിദ്ദത്തിന് ഈ പറഞ്ഞ രണ്ടെണ്ണം അല്പം ഉപയോഗിക്കാം. ഔലാബിൽ മൻ, ഈ മൊഹിരിമത്ത് ഔലാബിൽ മൻ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഖസ്രി സമനിൽ ഇഹ്റാമി ഗാലിബൻ, ഇഹ്റാമിന്റെ സമയം ഗാലിബിലും കസീറല്ലേ. അപ്പോ ഇനി എന്താണ് ഇഹ്റാമ് നാളെ മറ്റന്നാൾ എന്തായി തീരും? ഇഹ്റാമിൽ നിന്ന് ഇവൾ ഒഴിവാവും. അപ്പൊ പിന്നെ അന്നേരം ചെയ്താൽ മതിയല്ലോ, ഇന്ന് തന്നെ ചെയ്തോണമെന്നില്ലല്ലോ. ഇഹ്ദാദിരിക്കുന്ന പെണ്ണാണ്, ഇഹ്ദാദുള്ള പെണ്ണാണെങ്കിൽ ഇവൾക്ക് 4 മാസം 10 ദിവസം വേണ്ടേ, വലിയ സമയല്ലേ. അപ്പൊ ആ വ്യത്യാസം ഉള്ളത് കൊണ്ട് മൊഹിരിമത്ത് ഔലാബിൽ മൻ എന്ന് പറഞ്ഞു. അപ്പൊ മൊഹിരിമത്തിന് തീരെ പാടില്ല. വമിൻ സമ്മ, അപ്പോ ഔലാബിൽ മൻ എന്ന കാരണത്താൽ, മിൻ സമ്മ എന്ന് പറഞ്ഞ ഔലാബിൽ മൻ എന്ന് ഇമാം അദ്റായി റഹിമഹുല്ലാഹ് പറഞ്ഞ കാരണത്താൽ റജ്ജഹ ഗൈറുഹു, ഇമാം അദ്റായി അല്ലാത്തവർ എന്താണ് തർജീഹാക്കിയാൽ ഫർഖ ബൈനഹുമാ, ആ മൊഹിരിമത്തിന്റെയും മൊഹിദ്ദത്തിന്റെ ഇടയിലുള്ള ഫർക്കിനെ. അപ്പോ മൊഹിരിമത്തിന് തീരെ പാടില്ല, മൊഹിദ്ദത്തിന് ഇത് രണ്ടും കുറച്ച് പറ്റുന്നായി. വസയത്തി ഫിസായിമത്തിന്, നോമ്പുകാരി എന്ത് ചെയ്യണം? നോമ്പുകാരി എന്ന് പറഞ്ഞാല് എങ്ങനെ അത് ഈ പറഞ്ഞത് ഉണ്ടാകുക? അതായത് ഫജറിന്റെ മുമ്പ് ഇവളുടെ ദമ മുങ്കത്തിയായി, ഇവളപ്പ കുളിച്ചിട്ടില്ല, നോമ്പ് നിയ്യത്ത് ചെയ്തു. നോമ്പ് നിയ്യത്ത് ചെയ്യാമല്ലോ, ദമ മുങ്കത്തിയായ നോമ്പ് നിയ്യത്ത് ചെയ്യാം. നോമ്പിന് നിയ്യത്ത് ചെയ്യുക, എന്നിട്ട് ഫജർ കഴിഞ്ഞിട്ടാണ് കുളിച്ചത്. അപ്പൊ ഇപ്പൊ ഇവള് നോമ്പുകാരിയാണ്. അപ്പൊ ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റുമല്ലേ? ഇത്രാബ് ചെയ്യണോ വേണ്ടേ? വസയത്തി ഫിസായിമത്തി അന്നഹു യുക്റഹു ലഹ അത്തയ്യുബു, ആ തയ്യുബ് കറാഹത്താണ് ശേഷം വരുന്നുണ്ട്. ഫലവിങ്കത്ത ഖുബൈൽ അൽ ഫജ്രി, അപ്പൊ ദബുമുങ്കത്തിയായത് ഫജറിന്റെ തൊട്ട് മുമ്പാ. ഫനവത്ത്, അപ്പൊ അവള് നോമ്പ് നിയ്യത്ത് ചെയ്തു. എന്ത് നിയ്യത്ത്? നോമ്പിനെ നിയ്യത്ത് ചെയ്തു. അറാദത്തിൽ ഖുസ്ല ബഅദഹു, ഫജറിന്റെ ശേഷം കുളിക്കാനും വിചാരിച്ചു. എന്നാൽ ലം യുസന്ന ലഹ തയ്യുബു, അവൾക്ക് തയ്യുബ് സുന്നത്തില്ല ഫീമാ യൽഹറു. അപ്പം സായിമത്വം എന്ത് ചെയ്യരുത്? ഈ ഇത്രാബ് ചെയ്യരുത് എന്നർത്ഥം. ഇനി വലായുസന്നു തജ്ദീദുഹു ബിഖിലാഫിൽ വുളൂഇ, വേറെ മസല, കുളി തജ്ദീദ് ചെയ്യൽ സുന്നത്തുണ്ടോന്ന്. ഒളു തജ്ദീദ് ചെയ്യൽ സുന്നത്തുണ്ടല്ലോ, കുളിക്കുക ഇടക്കിടക്ക് കുളിക്കുക സുന്നത്തുണ്ടോന്ന്. തജ്ദീദുൽ ഗുസ്ൽ സുന്നത്തില്ല. അതാ വലായുസന്നു തജ്ദീദു അയൽ ഗുസ്ലി ലിഅന്നഹു ലം യുൻഖൽ, കാരണം അത് മങ്കൂലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തജ്ദീദുൽ ഗുസ്ൽ നടത്തിയതായിട്ട് നഖൽ ചെയ്യപ്പെട്ടിട്ടില്ല. നഖൽ ചെയ്തില്ലെങ്കിലും അങ്ങനെ ആയിക്കൂടെ? അല്ല, അത് പ്രയാസമുണ്ട്. അതാ വലിമാ ഫീഹി മിനൽ മശഖത്തി, കണ്ടോ, അത് സുന്നത്താകുന്നതിൽ പ്രയാസമുണ്ട്. അപ്പൊ അങ്ങനെ പ്രയാസമുള്ളൊന്നും സുന്നത്താകാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നഖൽ ചെയ്യപ്പെടാതിരുന്നത് എന്നർത്ഥം. അങ്ങനെ തജ്ദീദ് സുന്നത്തുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല അങ്ങനെ. എന്നാൽ വുളൂവിന്റെ മസല അങ്ങനെയല്ല.
ചെയ്തതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അതൊക്കെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. വക്കത തയമ്മുമോ, ഇങ്ങനെ തയമ്മും മടക്കൽ സുന്നത്തില്ല, തജ്ദീദ് സുന്നത്തില്ല. തയമ്മം കുളിന്റെ തയമ്മാണെങ്കിലും ഒളുവിന്റെ തയമ്മാണെങ്കിലും ഏതായാലും തയമ്മും തജ്ദീദ് സുന്നത്തില്ല. ബിഖിലാഫിൽ ഉളു, ഈ ഉളുവിനെതിരായിട്ട് യുസന്നു തജ്ദീദുഹു, ഉളു തജ്ദീദാക്കൽ സുന്നത്താണ്. വലൗലി മാസിഹിൽ ഖുഫി കമാമറ, ഖുഫ തടകിയ ആള് തടകിയിട്ടാണ് ഒളു എടുത്തത്, എന്നാലും എന്താണ് ഒളു തജ്ദീദ് സുന്നത്തിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വൈൻ കുമ്മില ബി തയമ്മുമി എന്ന് മാത്രമല്ല, ഇനി ആ ഒളു പൂർത്തീകരിച്ച് തയമ്മം കൊണ്ടാണെങ്കിലും ശരി. എന്തുകൊണ്ടാണ് തയമ്മം കൊണ്ട് പൂർത്തീകരിക്കാൻ കാരണം? ലി നഹ്വി ജുറഹിൻ, ഒളുവിന്റെ അവയവത്തിൽ മുറിവോ മറ്റോ ഉള്ളത് കാരണത്താല് അല്ലേ. അത് അങ്ങനെ പറഞ്ഞത്. വെള്ളം ഇല്ലാത്തതിന് തയമ്മം ചെയ്താൽ പിന്നെ തജ്ദീദ് ചെയ്യാൻ കഴിയൂലല്ലോ. പിന്നെ വെള്ളം കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ ഈ തയമ്മം ബാത്തിലായില്ലേ. അപ്പൊ അത് വെള്ളം ഇല്ലാത്തതുകൊണ്ടല്ല പൂർത്തീകരിക്കുന്നത്. അതായത് ബഅദുൽ ഉപയോഗിക്കാൻ മാത്രം വെള്ളമുണ്ട്, എന്നാൽ അതിൽ ഉപയോഗിച്ചിട്ട് ബാക്കി തയമ്മം ചെയ്യണം, അങ്ങനെ ചെയ്തതല്ലാന്നർത്ഥം. മുറിവ് പോലത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത കാരണത്തിന് വേണ്ടി തയമ്മം ചെയ്ത് പൂർത്തീകരിച്ചതാണ്. എന്നാലും എന്ത് ചെയ്യാ, തജ്ദീദ് സുന്നത്തിന്. അപ്പൊ തജ്ദീദ് സുന്നത്ത് ഉണ്ടാവുമ്പോ പിന്നെ അവിടെ ഒരു ഇഷ്കാല്, തയമ്മം മടക്കണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ തയമ്മം ഇവിടെ ഈ പറഞ്ഞ തെക്മീലിന്റെ തയമ്മം മടക്കണോ? അത് മടക്കണ്ട. അങ്ങനെ മടക്കരുത് എന്ന്, മടക്കൽ സുന്നത്തില്ല എന്ന് പറയുമ്പോ അപ്പോ ഈ തഹാറത്ത് ബയലല്ലേ ആവുള്ളൂ. ഇവന്റെ കാലില് മുറിവുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, ഇവൻ തയമ്മം ചെയ്ത്, അല്ലെ കയ്യില് മുറിവുള്ളത് കൊണ്ട് തയമ്മം ചെയ്ത് ആദ്യം ഉണ്ടാക്കി. എന്നിട്ട് അതിനെ തജ്ദീദ് ചെയ്യുമ്പോ ഇനി തയമ്മം ചെയ്യണ്ട, ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകൽ മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ ബയലുത്തഹാറത്തല്ലേ ആകുന്നുള്ളൂ. ആ ബയലുത്തഹാറത്ത് മശ്റൂ അല്ല എന്നുണ്ടല്ലോ. ബയലുത്തഹാറത്തല്ലേ ഉള്ളൂ, അപ്പൊ അത് മശ്റൂ അല്ല എന്നുമാണ്. ബയലുത്തഹാറത്ത് മശ്റൂ അല്ല എന്ന് പറയുമ്പോ ഈ തജ്ദീദ് മശ്റൂ അല്ല എന്ന് വരൂലേ. അപ്പൊ അത് തജ്ദീദ് സുന്നത്താണെന്ന് പറയുന്നതും ബയലുത്തഹാറത്ത് മശ്റൂ അല്ല എന്ന് പറയുന്നതും തമ്മിലെതിരാണല്ലോ എന്നതിന് മറുപടി പറയാം. കൗനുല്ലിത്തിയാനി ബി ബയലുത്തഹാറത്തി, അതായത് ഈ ജുറഹ് പോലത്തിന് വേണ്ടി തയമ്മം ചെയ്ത് പൂർത്തീകരിക്കപ്പെട്ട ഒളു തജ്ദീദ് ചെയ്യുമ്പോ എന്താണ് ബയലുത്തഹാറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഗൈറു മശ്റൂഇൻ, അത് മശ്റൂ അല്ല. ഇന്നമാ ഹുവ, ആ മശ്റൂ അല്ല എന്നുള്ളത് എവിടെയാണ്? മാ ഇംകാനി ഫീലി ബഅലിഹൽ ആഖരി, മറ്റേ ബഅല് ചെയ്യൽ മുംകിനായതോട് കൂടെയാണത് മശ്റൂ അല്ല എന്ന് പറഞ്ഞത്. ഗൈറു മശ്റൂ എന്ന് പറഞ്ഞത് മറ്റേ ബഅല് മുംകിനാകലോട് കൂടെയാണ്. ഇവിടെ മുംകിനല്ല. കാരണം എന്താ, തയമ്മം മടക്കണ്ടെന്ന് വെച്ച്, അപ്പൊ ആ ബഅല് ചെയ്യൽ മുംകിനല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇഷ്കാൽ വരൂല എന്നറിഞ്ഞു. അക്കായത് ഇവിടെ വരൂല എന്നർത്ഥം. വദാലിക്കലി അന്ന തജ്ദീദ കാന യജിബു ലികുല്ലി സ്വലാത്തിൻ. വദാലിക്ക എന്ന് പറഞ്ഞാല് ആ ഒളുവില് തജ്ദീദ് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞതിന് കാരണം പറയാം. ബിഖിലാഫിൽ ഉളൂഇ എന്ന് പറഞ്ഞല്ലോ, അതിന് കാരണം പറയാം. വദാലിക്ക ലി അന്ന തജ്ദീദ, തജ്ദീദ് ഒളു തജ്ദീദാക്കുക എന്നുള്ളത് കാന യജിബു നിർബന്ധമായിരുന്നു. ലികുല്ലി സ്വലാത്തിന്, ഓരോ നിസ്കാരത്തിന് നിർബന്ധമായിരുന്നു. അതായത് ആദ്യം അങ്ങനെയാണല്ലോ, ഇതാ കുന്തും ഇല സ്വലാത്തി വൗസിലു വജൂഹക്കും എന്ന് പറഞ്ഞെടുത്ത് നിസ്കരിക്കാൻ നിന്നാല് അപ്പൊ എല്ലാ നിസ്കാരത്തിനും ഒളു എടുക്കണമായിരുന്നു. അങ്ങനെ ആദ്യം വലമ്മാ നുസിഖ, പിന്നെ എന്താണ് അത് മൻസൂഖായി. ഉജൂബുഹു, ആ എന്താണ് കുല്ലു സലാത്തിന് അല്ല തജ്ദീദ് മൻസൂഖായി. തജ്ദീദിന്റെ ഉജൂബ് നുസിഖ ഉജൂബ് ഹൂന്റെ ലമീർ തജ്ദീദിലേക്കാ. അപ്പൊ തജ്ദീദിന്റെ ഉജൂബ് മൻസൂഖായപ്പോ ബഖിയ അസ്ലു തലബിഹി, അതിന്റെ അസ്ലു തലബ് ബാക്കിയായി. ആ തജ്ദീദിന്റെ അസ്ലു തലബ് എന്താ, സുന്നത്താകുക എന്നുള്ളത്, അത് ബാക്കിയായി. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് സുന്നത്തായത്. വഫീ ഖബറിൻ സഹഹഹു ബഅലുഹും മൻ തവല്ല അലാ തുഹ്രിൻ കുതിബ ലഹു അശ്റു ഹസനാത്തിൻ എന്ന് സ്വഹിയായ ഹദീസിലുണ്ട്. അപ്പൊ അതും എന്താണ്, ഇത് സുന്നത്താകാൻ ഒരു കാരണമാണ്. ആദ്യം ഒരു കാരണം പറഞ്ഞു, അത് ഉസൂലിയ കായിദ വെച്ച് പറഞ്ഞതാണ്. ഉജൂബ് മൻസൂഖായി കഴിഞ്ഞാൽ അസ്ലു തലബ് ബാക്കി ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടോ ഹദീസ് സഹിയായ ഹദീസും ഉണ്ട്. ഇനി മഹല്ലു നെദ്ബി തജ്ദീദിഹി, ഒളു തജ്ദീദാക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ഖൈദുണ്ട്. അതാ ഞാൻ പറയുന്നത്, ഷർത്തുണ്ട്. അതിന്റെ മഹല്ല് ഇദാ സല്ലാ ബില്ലവലി സലാത്തൻ, ആദ്യത്തെ ഒളു കൊണ്ട് നിസ്കരിച്ചാലാണ്. എന്ത് നിസ്കരിക്കണം? സലാത്തമ്മ, എന്തെങ്കിലും ഒരു നിസ്കാരം. സലാത്തമ്മ എന്ന് പറയുമ്പോ അപ്പൊ ജനാസ നിസ്കാരാണെങ്കിലും മതി, വലോ റക്കായത്തൻ, ഒരു റക്കായത്ത് നിസ്കാരാണെങ്കിലും മതി. ഒരു റക്കായത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാത്, ഒന്നീ വിത്തറിന്റെ ഒരു റക്കായത്ത് നിസ്കരിച്ച്
അല്ലെങ്കിൽ എന്താണ് ഇയാള് സുന്നത്ത് തുടങ്ങിയപ്പോ അവിടെ ഇഖാമത്ത് കൊടുത്ത്, സുന്നത്ത് തുടങ്ങിയപ്പോ ജമാഅത്തിന് ഇഖാമത്ത് കൊടുത്താല് അപ്പൊ അത് ഒരു റക്അത്ത് ആക്കി സലാം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇയാൾ ഒരു റക്അത്ത് സലാം കിട്ടി, എന്നാലും ഇയാൾക്ക് എന്താ തജ്ദീദ് മത്ലൂബായി. പിന്നെ അയാൾ ജമാഅത്തിന് പോകണം, അത് വേറെ വിഷയം. ലാ സജ്ദത്തൻ, സുജൂദ് ചെയ്താൽ മതിയാവൂല, സലാത്തൻ എന്നതിന്റെ മേലെത്തുക. ലാ സജ്ദത്തൻ, തിലാവത്തിന്റെ ശുക്റിന്റെ ഒന്നും സുജൂദ് മതിയാവൂല. തവാഫൻ, തവാഫും മതിയാവൂല. എന്ന പോലെ ജുമാന്റെ ഖുത്ബയും അതൊന്നും മതിയാവൂല. അതൊന്നും ചെയ്തത് കൊണ്ട്, ഒന്നാമത്തത് കൊണ്ട് അവർക്ക് ചെയ്തത് കൊണ്ട് തജ്ദീദ് സുന്നത്താവൂല എന്നർത്ഥം. വൈല്ല കുരിഹ, എങ്ങനെയല്ലെങ്കിൽ ആ സലാത്തുമ്മ നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ കറാഹത്താണ് തജ്ദീദ്. കൽ ഗസ്ലത്തി റാബിയത്തി, നാലാമത്തെ കഴുകൽ പോലെ. തസ്ലീസ് സുന്നത്താണ്, നാലാമത്തെ കഴുകൽ എന്താണ്, മൗഖൂഫായ വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ കറാഹത്താണ്, ഇല്ല ഹറാമെന്ന് പറഞ്ഞല്ലോ. നാം യത്തജിഹു അന്നഹു ലൗ ഖസദ ബിഹി ഇബാദത്തൻ മുസ്തഖില്ലത്തൻ ഹറുമ. ആ തജ്ദീദ് കൊണ്ടൊരു മുസ്തഖല്ലായ ഇബാദത്ത് ഉദ്ദേശിച്ച് തന്നെയാണ് ഇവൻ ചെയ്യുന്നതെങ്കിൽ ഹറാമാകും. എപ്പോ ആ മറ്റൊരു നിസ്കരിക്കാതെ, സലാത്തമ്മ നിസ്കരിക്കാതെ എന്ത് ചെയ്തു, ഒരു മുസ്തഖില് ഇബാദത്ത് ചെയ്യുക എന്ന നിയ്യത്തോടു കൂടെ തന്നെ ആ തജ്ദീദ് ചെയ്താൽ ഹറാമാണ്. കാരണം എന്താ, തലാഉ ബിഹി, ഇവനൊരുമാതിരി കളിയാണ്, തലബില്ലാന്ന് അറിഞ്ഞിട്ടും എന്ത് ചെയ്യുക, ഒരു ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു ലാബാണ്, അത് പാടില്ലല്ലോ. വൈദാലം യുആരിലുഹു മാ ഹുവ അഹമ്മു മിൻഹു വഇല്ലാ ലസിമത്ത് തസൽസുലു. പിന്നൊരു കൈതും കൂടി പറയുന്നു, ഇദാ സല്ല എന്ന് പറഞ്ഞ അതിന്റെ മേലെ അത്ഫാണ്. വൈദാലം യുആരിലുഹു, ആ തജ്ദീദിനോട് എതിരായിട്ടില്ലെങ്കിലാണ് തജ്ദീദ് സുന്നത്താകുന്നത്. എന്തെതിരായിട്ടില്ലെങ്കിൽ, മാ ഹുവ അഹമ്മു മിൻഹു, ആ തജ്ദീദിനേക്കാൾ അഹമ്മായ ഒന്നെതിരായിട്ടില്ലെങ്കിലാ. അവയില്ല, അങ്ങനെ എതിരായെങ്കിൽ അപ്പൊ സുന്നത്താണെന്നും പറഞ്ഞാൽ ലസിമത്ത് തസൽസുലു എന്താവും, അപ്പൊ തസൽസുല് നിർബന്ധമാകും. അപ്പൊ അഹമ്മ് എന്താണ്, എതിരാകുക എന്ന് പറഞ്ഞ ഏതാ, ഉദാഹരണത്തിന് എന്താണ്, ഇന്ന ആറളത്ത് തജ്ദീദു ഫളീലത്ത് അവ്വലൽ വക്തി ഖദ്ദമത്തുഹു അലൈഹി ലിഅന്നഹ ഔലാ മിൻഹു. ഫളീലത്തു അവ്വലുൽ വക്ത്, തജ്ദീദിന് പോയ അവ്വൽ വക്ത് നിസ്കരിക്കുക എന്നുള്ള ഫളീലത്ത് നഷ്ടപ്പെടും. അപ്പൊ തജ്ദീദ് ചെയ്യരുത്, അതാണ് അതിനേക്കാൾ അഹമ്മായത് എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം അതാ. പിന്നെ അതുപോലെ ജമാഅത്ത് കിട്ടുക എന്നുള്ളത് അല്ല, ഇവന്റെ ആദിയാത്തിൽ നിന്ന് തന്നെ മുഹ്താജായ ഫീലുകളും എന്ന് കരുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന് ഭക്ഷണം കഴിക്കണം, അതിനാവശ്യമായിട്ടുണ്ട്. അപ്പൊ എന്താണ്, തജ്ദീദിന് പോയാല് അത് ആദിയാത്ത്, പതിവ് അമലുകളിൽ നിന്ന് ആവശ്യമുള്ള ഒന്നാ. അപ്പൊ അതും ഇതും താറുള്ളായി കഴിഞ്ഞാൽ അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോണം, തജ്ദീദ് സുന്നത്തില്ല. അങ്ങനെ വൈല്ല ലസിമത്ത് തസൽസുലു എന്ന് പറഞ്ഞെടുത്ത് ഷെർവാനി എന്താണ് ഈ തസൽസുല്, അത് നിർബന്ധ ലാസിമാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത്രാളൊക്കെ നക്കൽ ചെയ്തിട്ടുണ്ട്. അതാ തസൽസുല് എന്ന് പറഞ്ഞത് പിന്നെ മനാത്തിക്കത്തിന്റെ തസൽസുല് എന്ന് മനസ്സിലാക്കിയിട്ടാ. അങ്ങനല്ല, ഗർദി ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട് തസൽസുല് ലാസിമാകുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ലിഅന്നഹു ലൗകാന മന്ദൂബൻ ഇൻദ വുജൂദിൽ മുആരിലിൽ അഹമ്മി വൽ ആദിയാത്തി. കണ്ടോ, ഒരു അഹമ്മായ മുആരിൽ ഉണ്ടാകുമ്പോഴും തജ്ദീദ് സുന്നത്താണെന്ന് പറഞ്ഞാൽ ലക്കാന മന്ദൂബൻ ദായിമെന്ന, ദായിമ മന്ദൂബായിരിക്കും, എപ്പോഴും തജ്ദീദ് സുന്നത്തായിരിക്കും എപ്പ നിസ്കരിച്ചാലും. ഫൽസമോ യുജദ്ദിദ മത്താ സല്ലാ ബിഹി സലാത്തമ്മ. അപ്പൊ ഏതൊരു നിസ്കാരം നിസ്കരിച്ചാലും അപ്പൊ തജ്ദീദാക്കണം എന്ന് വരും. അപ്പൊ പിന്നെ നിസ്കരിക്കുക, തജ്ദീദാക്കുക. അപ്പൊ എല്ലാ സമയവും തജ്ദീദ് മന്ദൂബ. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് വരും, ഇത് തജ്ദീദിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഫയത്തസൽസലു, അങ്ങനെ തുടരെ എന്താണ് തജ്ദീദ് വന്നുകൊണ്ടിരിക്കും. വയസ്തഗ്രിഖുൽ ഉംറു ബിത്തജ്ദീദി, ഇവന്റെ ആയുസ് മുഴുവൻ എന്താണ് മുസ്തഗ്രിഖായി പോകും തജ്ദീദുൽ വുളൂ കൊണ്ട് എന്നാ. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. തസൽസുൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് തുടരെ തജ്ദീദ് മന്ദൂബായിക്കൊണ്ടിരിക്കും. അങ്ങനെ ആയുസ് ഉള്ള അതിൽ പോയി പോവും. അമ്മായിദാലം യക്കുൻ മന്ദൂബൻ ഇന്ദൽ മുആരിലിൽ അഹമ്മി, അഹമ്മായ മുആരിൽ ഉണ്ടാകുമ്പോ തജ്ദീദ് സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വരൂലല്ലോ. അഹമ്മായ മുആരിൽ കുറയില്ലേ. അപ്പൊ അഹമ്മായ മുആരിൽ ഉണ്ടാകുന്ന സമയത്തൊന്നും തജ്ദീദ് സുന്നത്തില്ല എന്ന് പറഞ്ഞാല് എപ്പോഴും തജ്ദീദ് ചെയ്യുക എന്നുള്ള
ആയുസ് അതിലായിട്ട് തന്നെ എന്താണ് ചെലവഴിക്കപ്പെട്ടു പോകുക എന്ന് പറഞ്ഞ പ്രശ്നം വരൂല. അതാ തസൽസുലു എന്ന് പറഞ്ഞ വയുസന്നു അല്ല യങ്കുസ മാ ഉൽ വുളൂഇ അൻ മുദ്ദിൻ. ഇനി അതാ